ഹായ് കൂട്ടുകാരെ, ഇത് ഞാനിപ്പോൾ എൻ്റെ അനുജത്തിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ടെറസിൻ്റെ മുകളിലൊന്ന് കയറിയത്. അവിടുത്തെ കൃഷികളാണ് ഈ കാണുന്നത്. സ്ഥലമില്ലേ അവർക്കധികം. അപ്പോൾ സ്ഥലമുണ്ട്, പറമ്പ് വേറെയാണ്. 3 ഏക്കർ ഭൂമിയുണ്ട്. സ്ഥലം ഇരിക്കുന്നോളം ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളി, കപ്പ അതൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്. പച്ചക്കറി ഒക്കെ ഞാൻ കാണിച്ചു തരട്ടെ. നിൽക്ക്, എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇത് വഴുതിനി ഉണ്ടോ, നീല വഴുതിനി. ഇത് വെള്ളമിളക്, തക്കാളി കണ്ടോ. നമുക്ക് ടെറസിനകത്ത് നല്ല വെയിലും ചൂടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം. കണ്ടോ, വഴുതിനി നീല വഴുതിനിയാണ്. കണ്ടോ, ഇത് പാവല് പൂവൊരെണ്ണം വന്നിട്ടുണ്ട്. ഇതെല്ലാം പയറ്, കുറ്റിപ്പയറാണ് കേട്ടോ. പച്ചമുളക് നല്ല പോലെ പിടിച്ചിരിക്കുന്നു. കണ്ടോ, നല്ല പോലെ പിടിച്ചിട്ടുണ്ട് പച്ചമുളകൊക്കെ. തക്കാളി കണ്ടോ, നല്ല മാതിരി തക്കാളി പിടിക്കും. ഇത് വള്ളിപ്പയർ കണ്ടോ, വള്ളിപ്പയർ നല്ല രീതിയിൽ ബോഗൺവില്ല ടെറസിൻ്റെ മുകളിൽ മതില്ല വെച്ചിരിക്കുന്നു. കണ്ടോ, ടെറസിൻ്റെ മതിൽ ഇത് കണ്ടോ. നല്ല രസമായിട്ടല്ലേ ടൊമാറ്റോ ഒക്കെ നിൽക്കുന്നത്. ഇത് പയർ. നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇത്തിരി വലിപ്പമുള്ള ചട്ടിക്കകത്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി കറിക്ക് നമുക്ക് സാധനങ്ങൾ കിട്ടും. കണ്ടോ, ഇതുപോലെ പച്ച നെറ്റാണ് മുകളിലിട്ടിരിക്കുന്നത്. കണ്ടോ, നല്ല തെറിച്ച് വെയിൽ ഇതിൻ്റെ മണ്ടയിൽ കൊള്ളരുത്, അതിനു വേണ്ടി. പയർ കണ്ടോ, നല്ലതായിട്ട് പയർ വളർന്ന ഉണക്ക ചാണപ്പൊടി ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇത് വെണ്ട, കുറ്റിപ്പയർ, പിന്നെ വെള്ളരിക്ക കണ്ടിട്ടില്ലേ, അതൊക്കെയാണിത്. ഇതെല്ലാം ഈ പന്തലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കോളും. കണ്ടോ, എല്ലാ വീട്ടമ്മമാരും മടിച്ച് നിൽക്കണ്ട. കുറച്ച് സ്ഥലം ടെറസിൻ്റെ മുകളിൽ നമുക്കുണ്ടെങ്കിൽ സൂപ്പറായി കൃഷി ചെയ്യാം കേട്ടോ. എല്ലാവരും പരീക്ഷിച്ച് നോക്കിക്കോളാം ഒന്ന് തന്നെ.